സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇപ്പോൾ ഓണാണല്ലോ, ഓണാഘോഷത്തിന്റെ സീരീസ് നടക്കണം. ഇപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടുകറി, അതുപോലെ തന്നെ കൂട്ടുകറിയുടെ ചേട്ടൻ എലിശ്ശേരി, വറുത്ത എലിശ്ശേരി. രണ്ട് ഏതാണ്ടൊക്കെ സിമിലറാണ്, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഇതിന് വേണ്ട സാധനങ്ങൾ വേറെയാണ്. അതായത് കുമ്പളങ്ങ, ചേന, കായ, ക്യാരറ്റൊക്കെ ഇതിലുണ്ട്. ഇതിൽ മത്തങ്ങയും കായയും മാത്രമേ ഉള്ളൂ. അങ്ങനെ എലിശ്ശേരി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുപോലെ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതാ കൂട്ടുകറിക്കുള്ള സാധനങ്ങൾ നോക്കുക. കുമ്പളങ്ങ, ചേന, കായ, ക്യാരറ്റ് എല്ലാം കൂടെ ഇട്ടു. ഇതാ ചീഞ്ചട്ടിയിലിട്ടു. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് അത് വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കണം കേട്ടോ. മുളക് ഇടരുത് കേട്ടോ. കൂട്ടുകറിക്ക് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുള്ളൂ. അതുകൊണ്ടാണ് കഷ്ണങ്ങൾ വെന്തപ്പോൾ ഞാൻ കുരുമുളക് ചേർത്തു, ഉപ്പും ചേർത്തു. എന്നിട്ട് നല്ല പോലെ ഇളക്കി നോക്കുക. നല്ല ഡ്രൈ ആയിട്ട് കിട്ടി കേട്ടോ. ഇനി ആ കഷ്ണത്തിൽ കുറച്ച് ശർക്കര ഇടണം. ശർക്കര നല്ലപോലെ ഇടണം. അതായത് കൂട്ടുകറിക്ക് നല്ല മധുരമാണ് ഉണ്ടാവുക. അത് കാരണം ശർക്കര ഇട്ടു, നല്ല പോലെ ഇളക്കി. നല്ല മധുരമായിട്ടപ്പോൾ നല്ല മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതാ ഇനി കടലപ്പരിപ്പ് വേവിച്ചത്, അതായത് അധികം വേവിക്കരുത്, വെന്തുടയ്ക്കാൻ പാടില്ല. കുറച്ച് കടലപ്പരിപ്പ് ഞാൻ വേറെയാണ് വേവിച്ചത്, അതായാലും ഇട്ടു. നല്ല പോലെ ഇളക്കുക, ഉപ്പൊക്കെ നോക്കുക. അതിന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം നാളികേരം വറുത്തതുണ്ട്, അത് മിക്സിയിലിട്ടു. അതിനെ ഒന്ന് പൊടിച്ച് ഇതിൽ ചേർക്കും. എലിശ്ശേരി അല്ല കൂട്ടുകറി കലായി. ഇനി അതിനെ വാങ്ങി വെച്ച് കടുക് താളിക്കണം കേട്ടോ. കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് ഇതാ നമുക്ക് ചീഞ്ചട്ടി അടുപ്പി വെച്ചു. നെയ്യ് വേണം. നെയ്യിൽ കടുകിടുക, മുളകിടുക, കറിവേപ്പിലയിടുക, വറുത്തിടുക. അത്ര മാത്രമേ ഉള്ളൂ. ഈ കൂട്ടുകറിക്ക് നെയ്യ് വേണം, നിർബന്ധമാണ്. അത് വറുത്തിട്ട് കിട്ടും. കൂട്ടുകറി നോക്കും എന്താ മണം. ഇപ്പോഴാണ് ഒരു സദ്യയുടെ മണം വന്നത്. കൂട്ടുകറിയുടെ മണം ഉണ്ടെങ്കിൽ സദ്യ നന്നാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. ഇനി അടുത്തത് എലിശ്ശേരിയാണ്. എലിശ്ശേരിക്ക് ഇതാ കഷ്ണങ്ങൾ മത്തങ്ങയും കായും മാത്രമാണ് ഞാൻ ഇട്ടിരിക്കണത്. മത്തങ്ങ കൊണ്ടും ഉണ്ടാക്കാതെ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പയറ് 3-4 ടേബിൾ സ്പൂൺ അതിലിട്ടു. നല്ല പോലെ ഇളക്കി. ഇനി ഉപ്പിടണം, ഇത്തിരി മുളക് പൊടി ഇടണം കേട്ടോ. അത്രയേ ഉള്ളൂ. അത് നന്നായി ഇളക്കി. ഇതിനിവിടെ തേങ്ങ വറുക്കണം. എലിശ്ശേരിക്ക് തേങ്ങ വറുത്തത് വേണം. വറുത്ത എലിശ്ശേരിയാണ് ഉണ്ടാക്കണേ. അത് കാരണം കൊണ്ട് തേങ്ങ വറുക്കണം. അത് കഴിഞ്ഞ് അത് വറുത്ത് അവിടെ വയ്ക്കുക. മറ്റേ ഇതിൽ തേങ്ങ മിക്സിയിൽ ഇട്ടിട്ട് അരച്ച്, ജീരകം കൂടി അരച്ചിട്ട് ഡ്രൈ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിടാം. മുളക് പൊടി ഇട്ട് ശരിയാക്കി. ഇപ്പോൾ ഇത് വെന്തു, കഷ്ടമൊക്കെ വെന്തു. അപ്പം ഇനി എന്ത് ചെയ്യണം വെച്ചെങ്കിൽ എലിശ്ശേരി ഉപ്പൊക്കെ പാകമല്ലേ നോക്കണം. ഉപ്പ് കുറവുണ്ടായിരുന്നു, ഇട്ടു. പിന്നെ നാളികേരം ജീരകം കൂടി അരച്ചത് അതിൽ ചേർത്തു. നല്ല ഭംഗിയായി നോക്കുകൊണ്ട് എലിശ്ശേരി. എന്ത് രസമാണ് നോക്കൂ, നല്ല രസം. ഇനി ഈ എലിശ്ശേരിയുടെ സ്വാദ് നോക്കിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ നാളികേരം ഇതാ വറുക്കണില്ലേ, ആ ബ്രൗൺ കളറാവണം. ഗോൾഡൻ കളറാകുമ്പോൾ അത് വറുത്തും കൂടി. അതാണ് വറുത്ത എലിശ്ശേരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൂട്ടാൻ വറുത്ത എലിശ്ശേരിയാന്ന് പറയുന്നത്. നാളികേരം വറുത്തിടുന്ന കാരണം. പിന്നെ നല്ലപോലെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ കടുക്, മുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ വറുത്തിടുക. ഉഗ്രൻ ടേസ്റ്റുള്ള വറുത്ത എലിശ്ശേരി തയ്യാറായി. ഇത് മത്തങ്ങ കൊണ്ടും ചേന കൊണ്ടും കായ കൊണ്ടും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടിയിട്ട് നമുക്ക് അത് അതിൽ ചേർക്കാം. അപ്പോൾ എന്നിട്ട് ബൗളിൽ പകർന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കടുക് ഒഴിച്ചു. എന്നിട്ട് ഇത് ഇളക്കി, നല്ല പോലെ ഇളക്കി ടേസ്റ്റ് നോക്കിയോളൂ ഉപ്പൊക്കെ. അത് കഴിഞ്ഞ് അടച്ചൊന്ന് വെക്കുക. ഈ രണ്ട് കറികളും കലായി. ഇതാ നോക്കൂ, കൂട്ടുകറി. എന്തായാലും മണം, സദ്യയുടെ മണം അറിയിക്കുന്ന ഒരു കറിയാണ് കൂട്ടുകറി. എവിടെ ചെന്നാലും സദ്യയുടെ മണം ഉണ്ടെങ്കിൽ കൂട്ടുകറിയുടെ മണം എല്ലായിടത്തും വരിക. നല്ല നെയ്യിൽ കടുക് വറുത്തിട്ട് ഭയങ്കര സ്മെല്ലാണ്. അപ്പം അത് കാരണം കൊണ്ട് കൂട്ടുകറി ഇല്ലാത്ത സദ്യകളില്ല, അതുപോലെ എലിശ്ശേരി ഇല്ലാത്ത സദ്യകളില്ല. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനും പുറമെ ഹൈപ്പ് തരൂ, മറക്കരുത് കേട്ടോ. ഹൈപ്പ് തരാം, അത്ര നല്ലതാണ്. അത് മാത്രമല്ല, ഇക്കൊല്ലത്തെ ഈ വർഷത്തെ ഓണം എൻ്റെ കറികൾ, അതായത് കൂട്ടുകറി, എരിശ്ശേരിയും അങ്ങനെയുള്ള പല അവിയലും പിന്നെ ഓലനും ഇഷ്ടവും എല്ലാം വെച്ച് ഇത്തവണത്തെ ഓണം ഗംഭീരാക്കണം കേട്ടോ.